ജിയോ ഹോട്ട്സ്റ്റാറിൽ ഡയറക്റ്റ് OTT റിലീസായി വന്ന ഒരു സിനിമയാണ് സർസബീൻ. ഈ പടം ഇന്ത്യൻ പട്ടാളത്തിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ പട്ടാളത്തിനെ കോമാളികളാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്ന ഒരു സ്പൂഫ് മലങ്കൾട്ട് സിനിമ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ഒരു മലങ്കൾട്ട് കണ്ടിട്ട് ഞാൻ ചിരിച്ചിട്ടില്ലടേ. ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ബോബൻ ഇറാനിയുടെ മകൻ ഖയോസ് ഇറാനിയ എന്താ ഒരു ഇറാനി, ബോബൻ ഇറാനിയുണ്ട് സിനിമ. ഈ സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് നമ്മുടെ സുകുമാരൻ ചേട്ടൻ്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിച്ച കഥാപാത്രം മരപ്പാഴ് കോമഡി പീസ് ബ്രിഗേഡിയർ വിജയ് മേനോൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് തനുജ എന്ന് പറയുന്ന നടിയുടെയും അജയ് ദേവ്ഗണിൻ്റെ ഭാര്യയുമായിട്ടുള്ള കാജോൾ അവതരിപ്പിച്ച കഥാപാത്രം മലവാണ കോമഡി പീസ്. അവരവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് മെഹർ. ഇവരുടെ മകനായിട്ട് ഹർമൻ മേനോൻ എന്നുള്ള കഥാപാത്രമായിട്ട് വന്നിരിക്കുകയാണ് ഇബ്രാഹിം അലി ഖാൻ. അദ്ദേഹം നമ്മുടെ സെയ്ഫ് അലി ഖാൻ്റെ മകനാണ്. സെയ്ഫ് അലി ഖാൻ്റെ അതേ മൂക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത് ചവളവായൻ കോമഡി പീസ്. ഈ 3 കോമഡി പീസുകൾ ചേർന്ന് ഇന്ത്യ പട്ടാളത്തിനെ മൊത്തം കളിയാക്കി എടുത്തു വച്ചിരിക്കുന്ന ഒരു സിനിമ. ഇതിൻ്റെ ഡയറക്ടർ ഈ പടത്തിൻ്റെ കഥ എടുത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിയൻ മിഥുൻ ബിഗ് ബോസിനകത്ത് ഒരു കഥ പറഞ്ഞില്ലേ, അതേ അനിയൻ മിഥുനെ കൊണ്ടുവന്ന് വേറൊരു കഥ ഒരു സ്പോട്ടിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് കഥ പറയും? രാജ്യസ്നേഹവും മക്കളുമായിട്ടുള്ള ഇമോഷനും ഇതൊക്കെ ബന്ധപ്പെടുത്തിയ ഒരു കഥ ഉണ്ടാക്കാൻ അനിയൻ മിഥുൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതിനേക്കാളും നല്ലൊരു കഥ പറയും. അങ്ങനത്തെ ഒരു സിനിമ. ഇതിൻ്റെ അവസാനത്തെ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് തല കുത്തി വെച്ചിരിക്കാം. അമ്മാതിരി കോമഡി സ്പൂഫാണ് ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ബ്രിഗേഡിയറാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഭാര്യയാണ് കാജൾ. രണ്ടുപേരും നല്ല പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ അങ്ങനെയും തോന്നിയൊന്നുമില്ല. പൃഥ്വിരാജിന് കാലം കഴിഞ്ഞാലും വയസ്സാവയില്ല ഒന്നുമില്ല, താടി വെച്ചോണ്ട് നടക്കുകയാണ് പട്ടാളക്കാരെ. മോൻ പക്ഷേ പെട്ടെന്ന് വളർന്ന് നല്ല ഇതായി. പക്ഷേ ഇവരെ കണ്ട അച്ഛനും മോനൊന്നും പറയണ്ട, ചേട്ടനും അനിയനും വന്ന് നിൽക്കും പോലെയാണ് തോന്നുന്നത്. അതൊക്കെ രണ്ടാമത്തെ വിഷയം. പോട്ടിൻ്റെ കഥയാണ് മെയിൻ സംഭവം. പിന്നെ അഭിനയവും എടുത്ത് പറയണം. ഇബ്രാഹിം അലി ഖാൻ്റെ അഭിനയം ഇസ്തിരി ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. മുഖത്ത് എക്സ്പ്രഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പൃഥ്വിരാജ് പിന്നെ ചിരിയൊന്നുമില്ല ഇതിനകത്ത്. ചിരി ഉണ്ടെങ്കിലും പുഞ്ചിരിയുള്ളൂ. അതുകൊണ്ട് ഫുൾ സീരിയസ് ആണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു മരപ്പാഴ് കഥാപാത്രം. ബ്രിഗേഡിയറാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഇദ്ദേഹം വലിയൊരു മിഷൻ കാണിക്കുന്നത്. ടെക്നിക്കലിയൊക്കെ അത്യാവശ്യം കൊള്ളാൻ കേട്ടോ. 2-3 ബ്ലാസ്റ്റുകളും വണ്ടിയൊക്കെ പൊട്ടിത്തെറിക്കണതൊക്കെ അത്യാവശ്യം രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. മലയാളം ഡബ്ബ് ആണ് ഞാൻ കണ്ടത്. നല്ല ഡബ്ബായിരുന്നു. ആ മലയാളം ഡബ്ബ് കണ്ടത് അനുഗ്രഹം. ഒരു കോമഡിക്ക് കുറച്ചുകൂടി നമുക്കൊരു ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഈ മലയാളം ഡബ്ബ്. എന്ന് പറഞ്ഞാൽ ഡബ്ബിങ് കൊള്ളൂല അതുകൊണ്ടൊന്നുമല്ല, ഹിന്ദി കണ്ടാലും ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ നമുക്ക് കുറച്ചുകൂടി നല്ല രസമുണ്ട് ഈ ഡയലോഗ്, സെൻറ്റി ഡയലോഗൊക്കെ കോമഡി ആയിട്ട് കാണുമ്പോഴേ. ഇങ്ങനെ ഇവർ രണ്ടുപേരും കല്യാണം കഴിയുന്നു. ഒരു മകനുണ്ട്. തുടക്കമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോയി. പിന്നെ മകനത്തിന് വിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് ഈ അച്ഛൻ എന്തോ വലിയ പ്രൊമോഷൻ കിട്ടുമ്പം മകൻ വന്നിട്ട് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് അച്ഛനെ അഭിനന്ദിക്കുക. ഈ ചെറുക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പൃഥ്വിരാജിന് അത് നാണക്കേടാവുന്നു. മോശം എന്നും പറഞ്ഞാൽ അവൻ എനിക്ക് ഒരു മരപ്പാഴാണ് ജനിച്ചിരിക്കുന്നത് എന്നൊക്കെ രീതിയിലൊക്കെ പറയണത്. എന്തോ കുഴപ്പമുണ്ടല്ലോ അവിടെ. അപ്പോഴേ അറിയാം ഇത് യാത് വാക്കിന് എടുക്കുമെന്നുള്ളത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഗോട്ട്. ഇവിടെ ഞാൻ പറയണത് ചിലപ്പോൾ സ്പോയിലർ ആക്കി, ചിലപ്പോൾ സ്പോയിലർ തന്നെ. ഇത് OTT വന്നല്ലേ, നിങ്ങളിത് കാണും, എന്നിട്ട് ഇത് കണ്ടാൽ മതി, പൈസ ഒന്നും കൊടുക്കണ്ടല്ലേ. ഈ ഗോട്ടിലുള്ള സെയിം സാധനം പടം. ഗോട്ട്, ഫന, പിന്നെ യാതൊക്കെ സിനിമകൾ എവിടെയൊക്കെ എടുത്ത് വച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആർമിയെ കാണിച്ച് വച്ചിരിക്കുന്നത്. ഇത്രയും ഒരു പാകിസ്ഥാൻകാരന്മാർക്ക് നേരത്തെ ഇന്ത്യ മൊത്തം കീഴടക്കിയിട്ട് പോയി ഈ ആർമിയാണ് ഇവിടെ ഉണ്ടെങ്കിൽ. ആ രീതിയിൽ ആർക്കും വേണമെങ്കിലും ഒരു ഹൈ സെക്യൂരിറ്റി തീവ്രവാദിയെ വിട്ടിക്കണം ജയിലിനകത്ത് കയറി വരാം, അവനെ ഇടിക്കുക, കുത്താം, ആരും ചോദിക്കാനുമില്ല. ആകെപ്പാടെ 10-15 പട്ടാളക്കാരേ ഉള്ളൂ ഇന്ത്യക്ക് മൊത്തം, ബാക്കിയുള്ളവരെ കാണാനില്ല. മിഷൻ ചെയ്യുന്നത് തീവ്രവാദിക്ക് 5:30 ബസ്സിൽ കയറിപ്പോയാൽ തീവ്രവാദ കേന്ദ്രത്തിൽ പോകാം, വേണമെങ്കിൽ തിരിച്ച് ഒരു ചായം കുടിച്ച് തിരിച്ച് ഇവിടെ പട്ടാള ആസ്ഥാനത്ത് വരാം. അതുപോലെ ഈ തീവ്രവാദികളുടെ ഇതൊക്കെ ഹാക്ക് ചെയ്യണമൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻ വെബ്സൈറ്റൊക്കെ ഹാക്ക് ചെയ്യണുണ്ട്. ഇങ്ങനെ നമ്മൾ പഴയ കുറേ കാലം കൊണ്ട് കാണാനില്ലായിരുന്നു. ആക്സസ് ഗ്രാൻഡഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരും. അത് പോട്ട് ബ്രൗസറിൻ്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യണ നമ്മൾ നോക്കണ സാധനം തന്നെ കേട്ടോ. ഇതിൽ ഒരു പ്രത്യേകതയുണ്ട്. ക്രോമിൽ ഹിസ്റ്ററി ക്ലിയർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല, നമ്മൾ കമ്പ്യൂട്ടറൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഹിസ്റ്ററി ഡിലീറ്റഡ് എന്ന് പറഞ്ഞിങ്ങനെ ടാട്ടാ എന്നുള്ളടുത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ടെക്നിക്കൽ ബ്ലണ്ടർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു തീവ്രവാദി ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് എഴഞ്ഞ് പോണ സീനുണ്ട്. അവിടെ ഇവർ 2 മാത്രമേ ഉള്ളൂ. പക്ഷേ തീവ്രവാദി എഴഞ്ഞതിന് മുമ്പേയും ആരോ എഴഞ്ഞ പാടുകളൊക്കെ ഇങ്ങനെ കാണാം. അങ്ങനെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ച് പറയണ്ട. അങ്ങനെ അതൊക്കെ നമുക്ക് കളയാം. ഇതിൻ്റെ കഥയാണ് മെയിൻ കഥ. മോൻ പണ്ട് ഇപ്പോൾ ഒരു തീവ്രവാദികൾ തട്ടിക്കൊണ്ട് പോകുന്നു.
അപ്പോൾ അച്ഛന് രാജ്യമാണോ മോനാണോ വലുതെന്നുള്ളതിന് അച്ഛന് രാജ്യമാണ് വലുത്, ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇതിൽ ക്യാരക്ടറൊക്കെ കോമഡി എന്ന് പറഞ്ഞാൽ ഒരു സമയം അവർ ഒന്ന് പറയും, പിന്നെ ഒരു സമയം വേറെ ഒന്ന് പറയും. മെയിൻ ക്യാരക്ടർ കാജളുടെ ഒരു സംഭവമാണ്. കാജൾ ആദ്യം കുറേ കാര്യങ്ങളൊക്കെ പറയും, എൻ്റെ മകൻ നമ്മ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാജൾ ആരാണെന്നൊക്കെ റിവീൽ ചെയ്യണ സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നടെ മേജർ ശ്രീകുമാർ തോറ്റ് പോണ ലെവലിലുള്ള ഭീകര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ചിരിച്ചും മരിക്കും. നമ്മളെ തീവ്രവാദി കേന്ദ്രത്തിൽ പോയി അവൻ പിന്നെ തീവ്രവാദികൾ അവനെ മയക്കുന്നു, അച്ഛനെതിരെയാക്കുന്നു, അത് മറ്റേ ഗോട്ട് അവൻ തിരിച്ചു വരുന്നു. അപ്പോഴും യവൻ പൃഥ്വിരാജ് പറയണത് നേർമയുള്ളൊരു പട്ടാളക്കാരൻ, ഓക്കെ രാജ്യമാണ് പ്രയോറിറ്റി. എന്നിട്ട് മോനപ്പോൾ തീവ്രവാദിയായപ്പോൾ പിന്നെ മോനെന്നുള്ള കൺസിഡറേഷൻ തരുന്നു. ഇവിടെ ഇങ്ങനെ വായ്പളം നോക്കിയാണ് മോൻ. എന്നിട്ട് പൃഥ്വിരാജ് പോട്ടെ, കൂടെയുള്ള പട്ടാളക്കാരെ പറയട്ടല്ലോ, അവന്മാർക്കെങ്കിലും ഇവൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞ് പിടിച്ചൂടെ. ഇത് കുറേ തീവ്രവാദികൾ വന്ന് ചുമ്മാ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, അവന്മാർ അടുത്ത് ബസ്സും പിടിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നു, ബാക്കിയുള്ള പട്ടാളക്കാരന്മാരൊക്കെ വായ്പളം നോക്കിക്കൊണ്ടിരിക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ അന്താളിച്ചിരിക്കുന്നു, എൻ്റെ മകൻ നമ്മ മകൻ ശിവകാമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് ഇങ്ങനെ നിൽക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വില്ലൻ തീവ്രവാദിയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പട്ടാളക്കാർ പിടിക്കും, അവന് ബോറടിക്കുമ്പോൾ അവനെ തിരിച്ച് വിട്ടുകൊടുക്കും. ചുമ്മാ ഒരു പുഴയുടെ സൈഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവൻ പൊയ്ക്കോളും. അവനും വെടിയുണ്ടാന്ന് ചാവൂല. അവനെ പിന്നെയും പിടിക്കും, അവൻ ഇങ്ങനെ ഇരിക്കും. പട്ടാളക്കാർ ഇടിച്ച് ചോദിപ്പിച്ച പോലെയോ ഒന്നും പറയില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക തീവ്രതയുള്ളൂ. കാജൽ വന്നിട്ട് ഒരു നുള്ളു എടുത്തപ്പോഴേക്കും കോഡ് പറയണ ചോദിച്ചപ്പോഴേക്കും ഞാൻ പറയില്ല, എൻ്റെ എത്തിക്സ് എൻ്റെ റൂൾ അതിനെതിരാണ്, പക്ഷേ വേണമെങ്കിൽ ഞാൻ ക്ലൂ തരാം. നമുക്ക് രക്തബന്ധമാണ് എപ്പോഴും വലുത്, എൻ്റെ സഹോദരനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, നീ കണ്ടുപിടി. ഇപ്പം അത്രയും പറഞ്ഞാൽ മനസ്സിലായില്ല, സഹോദരൻ ഇന്നയാൾ, ഓക്കെ ക്ലൂ റെഡി. അങ്ങനെയൊക്കെയുള്ള മുട്ടൻ കോമഡികളൊക്കെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ കാജൽ എന്ന് പറയുന്നത് സ്പോയിലറാണ്, ഇതൊക്കെ സ്പോയിലറാണ്, പടം കാണാതെ നിങ്ങൾ ഇത് കാണരുത്. തീവ്രവാദിച്ചിയാണ് ഈ മരപ്പൊട്ടനായിട്ടുള്ള ഇതിലെ നായകൻ. ഇത്രയും കാലം തീവ്രവാദിയാണ് കൂടെ താമസിക്കുന്നത് അവൻ അറിഞ്ഞൂട. അവൻ വളർത്തിക്കൊടുന്ന പയലും തീവ്രവാദിയായിട്ട് പോയിട്ട് അവൻ ആ വഴിക്ക് പോയി. ഈ തീവ്രവാദി ഉണ്ടാക്കി വിടുന്ന യവനെയാണ് പിടിച്ച് ബ്രിഗേഡിയറായിട്ട് വെച്ചിരുന്നത്. എന്നിട്ട് അവൾ ഇവൻ്റെ ഭാര്യ ചെയ്തുകൊണ്ട് തീവ്രവാദി പ്രവർത്തനങ്ങളും അവിടെ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്ത് ലോജിക്കാണ് ഇത്? ഏത് ഉട്ടോപ്പിയ യൂണിവേഴ്സ് ആണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കരൺ ജോഹറൊക്കെയാണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പാവം തന്നെ. അല്ല, ഇതിൻ്റെ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു ബേസിക് നോളജ് വേണ്ട. ഇത് കോമഡിയാണ്, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോജിക് ഉണ്ടോ എന്നുള്ളത്. ഇന്ന് പറഞ്ഞാൽ സ്പൂഫ് പടങ്ങൾ, തമിഴ് പടമൊക്കെ എടുത്തു വെച്ചിരിക്കും പോലത്തെ സ്പൂഫായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഒരു ക്ലീശ സാധനമുണ്ട്, മറ്റേ ഡാമിൻ്റെ കാര്യമൊന്നും പറയണ്ട, വിട്. ഡാമിനകത്ത് ഒരു 10-15 ബോംബ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിക്കായിരിക്കുകയാണ്. പ്രധാന ആൾ പ്രസംഗിക്കുന്ന സ്റ്റേജിൻ്റെ അടിയിലൊക്കെ ടൈം ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവരെ കാണാത്തൊരു ട്വിസ്റ്റ്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ നീളുന്ന രംഗങ്ങൾ ഇവിടെ നടക്കുമ്പോഴേക്കും ആ ടൈമർ ഇങ്ങനെ 5 മിനിറ്റ് 4:53 പതുക്കെ കഴിഞ്ഞ് പോകണതേ ഉള്ളൂ. എന്നിട്ട് ഒരു 10 സെക്കൻഡിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ തന്നെ 20 സെക്കൻഡ് എടുത്തു. പക്ഷേ എന്നിട്ടും ബോംബ് പൊട്ടുന്നില്ല. അത് ഇവരെ ഈ ഓരോരുത്തരെ പറഞ്ഞ് തിരുത്തുമ്പോഴും അവർ റിയലൈസ് ചെയ്യുമ്പോഴും തിരിച്ചറിവുണ്ടാക്കാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. ആ സമയത്ത് പൃഥ്വിരാജ് അടിക്കുന്ന ഡയലോഗൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടവ അങ്ങ് ശരിയാണ്, ഞാൻ തെറ്റി, ഇത്രയും കാലം ഇത്രയും ഇൻസിഡൻറ്റ് നടന്നിട്ട് അവന് തിരിച്ചറിഞ്ഞില്ല, ഇത്രയും കേട്ടപ്പോഴേക്കും അവൻ നല്ലവനായെന്ന്. പിന്നെ ഇതിൽ ആരും വെടിയുണ്ടായാലൊന്നും ചാവൂല, എല്ലാവരും ചാവില്ലല്ലോ, ഒരാൾ ചാവുന്നുണ്ട്. അത് ചാത്തപ്പം നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നുള്ളതാണ്. പക്ഷെ ബാക്കി ഇവൻ്റെ സൈഫ് അലി ഖാൻ്റെ മോൻ്റെ ഇവിടെയൊക്കെ എവിടെയൊക്കെ ബുള്ളറ്റൊക്കെ വെച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത്. കുറുക്കിലൊക്കെ എക്സ് പോലെ വരച്ചു വിട്ടിട്ടുണ്ട്. പണ്ട് ഈ റിപ്പർമാരാ, കള്ളന്മാരാ, തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് പറഞ്ഞവന്മാരാ ആരൊക്കെ വന്നിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിൽ എക്സ് അടിച്ചു വിടില്ല. അതുപോലെ അവൻ്റെ കുറുക്കിലൊക്കെ കുറേ പേര് എക്സ് അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവന്മാരടുത്ത് കൂറായിട്ടാണ് അവൻ നിൽക്കുന്നത്. തീവ്രവാദ ക്യാമ്പ്, തീവ്രവാദിയുടെ ഗ്യാങ്, പട്ടാള ആസ്ഥാനം, അവിടുത്തെ സെക്യൂരിറ്റി, എല്ലാ സ്പൂഫ്. ഇതിൽ മനഃപൂർവ്വം ഒരു സ്പൂഫായിട്ട് ചെയ്തതാണെന്ന് പോലും എനിക്ക് സംശയം തോന്നിപ്പോയി. സെയ്ദ് മസൂദ് തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് പാവപ്പെട്ട രക്ഷിക്കാൻ പോയപ്പോഴേക്കും ഒരു തീവ്രവാദിച്ച് പിടിച്ച് ഭാര്യയാക്കി കൊണ്ടുവന്ന് ഒരു പയലിനെ ഉണ്ടാക്കിയിട്ട് ആ പയലും തീവ്രവാദിയാക്കി തള്ളയെ കൊന്ന ഒരു സിനിമയാണ് നമ്മുടെ സർസമി. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.